കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, കാസർഗോഡ് നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആദ്യകണ്ണിയായി അവിടെ റഹീം MP ആണ് ചേരുക. അല്പസമയം മാത്രം, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ട്രയൽ റണ്ണിനുള്ളത്. ട്രയൽ റൺ എന്ന് പറയുന്നത് കൃത്യമായി അതേ രീതിയിൽ തന്നെ മനുഷ്യ ചങ്ങല അതിനെ ഒന്ന് ആവിഷ്കരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൽ പങ്കാളിത്തം, മാക്സിമം യുവജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു. കാസർഗോഡ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് നമ്മൾ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. വലിയൊരു യുവജന പങ്കാളിത്തം തന്നെ അത് ഉറപ്പാക്കാൻ കഴിയുന്നുണ്ടോ നേതൃത്വത്തിൽ? സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിനകം ട്രയൽ നടക്കും, മനുഷ്യച്ചങ്ങലയുടെ ട്രയൽ നടക്കും. അതിനുശേഷം അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺരാജ്, എല്ലായിടത്തും കൃത്യമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നു, എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. യുവജനങ്ങൾ മാത്രമല്ല, CPIM-ന്റെ LDF-ന്റെ എല്ലാ നേതാക്കളും തന്നെ പല മേഖലകളിലായി, പല ജില്ലകളിലായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇപ്പോൾ കൊല്ലത്ത് ആരെല്ലാം എത്തിയിട്ടുണ്ട്? പ്രമുഖർ, നേതാക്കൾ, അതുപോലെ യുവജനങ്ങളുടെ ഒരു പങ്കാളിത്തം അത് വലിയ രീതിയിലുണ്ടോ കൊല്ലത്ത്? സ്മിത, കൊല്ലത്ത് 59 കിലോമീറ്ററാണ് ഈ മനുഷ്യച്ചങ്ങല കടന്നു പോകുന്നത്. അതായത് ഓച്ചിറയിൽ നിന്ന് ആരംഭിച്ച് കടമ്പാട്ടുകോണം വരെയുള്ള ദൂരമാണ് ഈ മനുഷ്യച്ചങ്ങല കടന്നു പോകുന്നത്. അവിടെ കടമ്പാട്ടുകോണത്തെ കവി കുരീപ്പുഴ ശ്രീകുമാർ ഈ മനുഷ്യച്ചങ്ങലയുടെ ആദ്യ കണ്ണിയായി മാറും. ഓച്ചിറയിൽ N. ശ്രീധരന്റെ ഭാര്യ ആണ് മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകുന്നത്. കുരീപ്പുഴ ശ്രീകുമാർ, അതുപോലെ തന്നെ KK ശൈലജ ടീച്ചർ അടക്കമുള്ളവർ കൊല്ലം ജില്ലയിലാണ് ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി എത്തുന്നത് എന്നുള്ളതാണ്. ഈ കൊല്ലം ചിന്നക്കടയിലാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഈ വലിയ തോതിൽ ഈ പ്രവർത്തകരെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് ഈ മനുഷ്യച്ചങ്ങല കൂടുതൽ വിജയകരമാക്കാനുള്ള ഒരു ശ്രമം DYFIയുടെ ഭാഗത്തുനിന്ന്. കാരണം ആശയപരമായ ഒരു പോരാട്ടത്തിന് കൂടി DYFI ഒരുങ്ങുന്നു എന്നുള്ള സൂചനയാണ് ഈ മനുഷ്യച്ചങ്ങലയിലൂടെ DYFI മുന്നോട്ട് വെക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അവഗണന അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് സംസ്ഥാന സർക്കാരിന്റെ ആരോപണങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ അത് കൂടുതൽ അർത്ഥവത്താണ്, ശരിയാണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് DYFIയുടെ ഈ മനുഷ്യച്ചങ്ങലയിൽ പ്രധാനമായും ഉള്ളത്. ഈ 4:30-നാണ് ഈ ആദ്യ ട്രയൽ റൺ നടക്കുക. 5 മണിക്ക് ഈ മനുഷ്യച്ചങ്ങല ഔദ്യോഗികമായി മനുഷ്യച്ചങ്ങല 5 മണിയാണ് ഔദ്യോഗികമായി സമയം നേരത്തെ നിശ്ചയിച്ചത്. എന്തായാലും വിവിധ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള DYFIയുടെയും LDF-ന്റെയും CPIM-ന്റെയും ബഹുജന സംഘടനാ നേതാക്കളടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഈ മനുഷ്യച്ചങ്ങല ഇങ്ങനെ ഈ ചിന്നക്കട ജംഗ്ഷനിലൂടെയാണ് കടന്നുപോയ. ചിന്താ ജെറോം നമ്മളോടൊപ്പം ചേരുന്നു. ഈ മനുഷ്യച്ചങ്ങലയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. DYFI എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ പ്രധാനമായി ലക്ഷ്യമിടുന്നത്? ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമാണ് കേരളത്തിലെ ചെറുപ്പം രാജ്യത്തിനോടാകെ ചോദിക്കുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നത്. റെയിൽവേ യാത്രാ ദുരിതത്തിന്റെയും രാജ്യത്താകെ വ്യാപകമായിരിക്കുന്ന തൊഴിലില്ലായ്മയും അതോടൊപ്പം കേരളത്തെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി സാമ്പത്തിക ഉപരോധം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെതിരെയുള്ള ഒരു വലിയ യുവജന പ്രതിരോധമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം 5 മണിയാണ് ചങ്ങല, പക്ഷേ 4 മണിയോടുകൂടി തന്നെ ദേശീയപാതയിൽ മുഴുവൻ ചെറുപ്പം അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിനകം തന്നെ ചങ്ങലയായി ചെറുപ്പം വന്ന് നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു വലിയ ചരിത്ര നിമിഷമായി മാറാൻ പോവുകയാണ്. ഞങ്ങൾ അതിന്റെ ഒരു കാത്തിരിപ്പിലാണ്. വലിയ വെല്ലുവിളി DYFIയെ സംബന്ധിച്ചുണ്ടായിരുന്നു. മനുഷ്യച്ചങ്ങലയടക്കം മുന്നോട്ട് വെക്കുമ്പോൾ ആ വെല്ലുവിളിയെല്ലാം അതിജീവിക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. അല്ല, DYFI ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം DYFI 87-ലാണ് ഇതിനു മുമ്പ് മനുഷ്യച്ചങ്ങല തീർത്തത്. അന്ന് അതൊരു വലിയ വിജയമായിരുന്നു. അതിന്റെ ഒരു ആവർത്തനം ഒരു മനുഷ്യ മഹാകോട്ടയായി തന്നെ ഇത്തവണയും മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ചങ്ങലയോട് ഐക്യപ്പെട്ടുകൊണ്ട് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് എല്ലാ മേഖലയിലുള്ള ആളുകളും കടന്നു വരുന്നു. തൊഴിലാളികൾ വരുന്നു, കർഷകർ വരുന്നു, മഹിളകൾ വരുന്നു, വിദ്യാർത്ഥികൾ വരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊരു ജനകീയമായി എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു ക്യാമ്പയിനായി മാറിയിരിക്കുന്നു. മനുഷ്യച്ചങ്ങല എന്നത് വലിയൊരു ജനങ്ങളാകെ ആഗ്രഹിച്ച് ആവേശത്തോടു കൂടി കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ. കൊല്ലത്ത് ചിന്നക്കടയിൽ നിന്നാണ് ചിന്താ ജെറോമുമായി സംസാരിച്ചത്. അരുൺരാജ് അവിടെ നിന്നാണ് ചേരുന്നത്. KK ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള നേതൃനിര കൊല്ലത്ത് ചിന്നക്കടയിൽ നിന്നാണ് ചേരുന്നത്. കവി കുരീപ്പുഴ ശ്രീകുമാർ ഈ ചങ്ങലയുടെ ഒരറ്റത്തുണ്ട്.